കാട്ടാക്കടയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ മൊബൈൽ സേവനം ആരംഭിച്ചു. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള മൊബൈൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങി. കാട്ടാക്കട പൊന്നറ LP സ്കൂൾ അങ്കണത്തിലാണ് ഈ സേവനം ഒരുക്കിയിരിക്കുന്നത്. പാസ്പോർട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും പുതുക്കുന്നതിനും ആവശ്യമായ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊബൈൽ സേവാ വാൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പാസ്പോർട്ടിനായുള്ള ബയോമെട്രിക് വിവരശേഖരണം, ഫോട്ടോ എടുക്കൽ തുടങ്ങിയ അപേക്ഷാ നടപടികൾക്ക് ആവശ്യമായ എല്ലാ പ്രക്രിയകളും ഈ മൊബൈൽ യൂണിറ്റിലൂടെ ഒരു സ്ഥലത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവർക്ക് കാട്ടാക്കട പൊന്നറ സ്കൂളിലെ ഈ സേവന കേന്ദ്രത്തിൽ ലഭ്യമായ സ്ലോട്ടുകൾ പ്രയോജനപ്പെടുത്താം. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത സേവനം വരും ദിവസങ്ങളിലും തുടരും. ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെയാണ് പ്രവർത്തന സമയം. പ്രദേശവാസികൾക്ക് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കും. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ മൊബൈൽ സേവാ വാനാണ് ഇപ്പോൾ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പൊന്നറ LP സ്കൂൾ അങ്കണത്തിലാണ് ഈ ഒരു സേവനം കാട്ടാക്കടയിലെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. പാസ്പോർട്ട് എടുക്കുന്നതും പുതുക്കലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിന് ബയോമെട്രിക് സംവിധാനം, ഫോട്ടോ എടുക്കൽ, അങ്ങനെ നിരവധി പ്രക്രിയകൾ ഒരേ സ്ഥലത്ത് ഈ മൊബൈൽ വാനിലൂടെ ആൾക്കാർക്ക് സാധ്യമാകും. ഇന്നും നാളെയും മറ്റന്നാളുമാണ് ഈ ഒരു സേവനം ലഭ്യമാവുക. അക്ഷയ കേന്ദ്രങ്ങളിൽ നമുക്ക് ഓൺലൈൻ അപേക്ഷിച്ചവർക്ക് തൊട്ടടുത്ത സ്ലോട്ടായ നമ്മുടെ കാട്ടാക്കട പഞ്ചായത്തിൻ്റെ പൊന്നറ സ്കൂൾ ലഭ്യമാകും. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു സേവനം പരമാവധി ജനങ്ങൾക്ക് പ്രയോജനകരമാകണം എന്നാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ രാവിലെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇന്നും നാളെയും മറ്റന്നാളും ഈ ഒരു മൊബൈൽ വാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അക്ഷയയിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് എല്ലാ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ വാനിനുള്ളിൽ വെച്ച് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകും.